ചേറും ചണ്ടിയും നിറഞ്ഞു ഉപേക്ഷിക്കപ്പെട്ടിരുന്ന ചാത്തൻകുളത്തിന് ശാപമോക്ഷം നൽകിയത് മന്ത്രി കെ രാജനാണ്. നേരത്തെ നിരവധി സ്ഥലങ്ങൾ പോയി കണ്ട് പല ഡിസൈനുകളും എടുത്താണ് ചാത്തൻകുളം ഇന്ന് കാണുന്ന മോഡലിലേക്ക് ഞങ്ങൾ തന്നെ ഡിസൈൻ ചെയ്ത് ബന്ധപ്പെട്ടവർക്ക് കൊടുത്തത്. കുളം ആളുകൾക്ക് നീന്തി കുളിക്കാനുള്ളൊരു കേന്ദ്രം മാത്രമല്ല, വൈകുന്നേരങ്ങളിൽ എല്ലാവർക്കും വന്നിരിക്കാനുള്ളൊരു സ്ഥലമാണ്. ആളുകൾക്ക് ജലം സംരക്ഷിച്ചു നിർത്താനുള്ളൊരു മോഡലാണ്. വെള്ളം തെളിഞ്ഞതോടെ കുളം ഉണർന്നു. കുട്ടികളും മുതിർന്നവരും നീന്തി തുടിച്ചു. ചുറ്റും ചുവന്ന തറയോട് പാകിയ വഴികൾ, ചന്തമുള്ള മേൽക്കൂരയോട് കൂടിയ പടവുകൾ, തെളിഞ്ഞു തിളങ്ങുന്ന വെള്ളം. ഈ കാണുന്ന കുളം ഒരു പഞ്ചായത്ത് കുളമാണ്. തൃശൂർ മുടിക്കൂടുള്ള ചാത്തൻകുളം. പല കിണറുകൾക്ക് തുല്യമാണ് ഒരു കുളമെന്ന് പറയുന്നുണ്ടെങ്കിലും എല്ലാവരും വീടുകളിൽ കിണർ കുത്തി വെള്ളം സ്വന്തമാക്കിയപ്പോൾ അവയ്ക്ക് വെള്ളം നൽകിയിരുന്ന കുളം പൊതുസ്ഥലത്തായതുകൊണ്ട് ആർക്കും വേണ്ടാതായി. തൃശൂർ മുടിക്കോട്ടെ ഈ ചാത്തൻകുളമാണ് ഇന്ന് ആ നാടിനും അവിടുത്തെ കുട്ടികൾക്കും മുതിർന്നവർക്കും പ്രിയങ്കരമായി മാറിയിരിക്കുന്നത്. ഇതിങ്ങനെ അറിഞ്ഞറിഞ്ഞ് ഒരുപാട് ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്. കുട്ടികളൊക്കെ അതിനുശേഷം തന്നെ നീന്തൽ പഠിച്ചവരുണ്ട്. പല സ്ഥലങ്ങളിലും ഇപ്പോൾ കുളങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇതുപോലെ നല്ല രീതിക്ക് നവീകരിച്ച് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന കുളങ്ങളൊക്കെ വളരെ ചുരുക്കമാണ്. ഇവിടെ തന്നെ തനിയെ പഠിച്ചതാണ്. ഇത് പണ്ട് ഇങ്ങനെ ഈ കുളം ഇങ്ങനെ അറിഞ്ഞില്ല, നിറച്ച് ഇങ്ങനെ പുല്ലും ഇതൊക്കെ പൊന്തി വന്നിട്ട് ഈ കുളം ഇങ്ങനെ അവിടെയൊക്കെ പൊട്ടി പൊളിഞ്ഞ് അങ്ങനെ ആയിരുന്നു. പിന്നെ ഇത് ഇങ്ങനെ ആക്കി എടുത്തതാണ്. ഭയങ്കര റിലാക്സ് ആവുന്ന ഒരു മൈൻഡ് സെറ്റുള്ള കുളമാണത്. പിന്നെ ഇത്ര പോലെ നമ്മൾ ഇങ്ങനെ നവീകരിച്ചൊരു കുളം ഇവിടെ അടുത്തൊന്നും കണ്ടിട്ടില്ല. നാട്ടുകാർ എല്ലാവരും ഇന്ന് ചാത്തൻകുളത്തിന്റെ കൂട്ടുകാരാണ്. കേട്ടറിഞ്ഞെത്തി കുളിച്ച് അർമാദിക്കുന്നവർ ധാരാളം. ഒരു കുളമല്ലേ, നല്ല വെള്ളവുമല്ലേ എന്ന് ചിന്തിച്ചപ്പോൾ ചിലർക്ക് നീന്തൽ പഠിക്കാൻ മോഹം. ചാത്തൻകുളം അതും സാധിച്ചു കൊടുക്കുന്നു. ഇന്ന് നിരവധി പേരാണ് അവിടെ നീന്തി പഠിക്കുന്നതും നീന്തി തുടിക്കുന്നതും. ചാത്തൻകുളം കാണുന്നതിനും നീന്തി തുടിക്കുന്നതിനുമായി നിരവധി ആളുകളാണ് ഇവിടെ എത്താറുള്ളത്. നീന്തുന്നതിനൊന്നും കുഴപ്പമില്ല. നീന്താൻ അറിയാവുന്നവർ മാത്രം കുളത്തിലിറങ്ങുക. സുരക്ഷയാണല്ലോ നമുക്ക് പ്രാധാന്യം. സാൻജോ ബേബി, മനോരമ ന്യൂസ്, തൃശൂർ.